ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു സൺഡേ ആണ്. സോ ഇന്നത്തെ എൻ്റെ സൺഡേ എങ്ങനെയുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. സോ പ്ലീസ് വാച്ച് ഇറ്റ്. രാവിലെ തന്നെ നല്ലൊരു കാപ്പി കുടിച്ചു. പിന്നെ പത്രം നോക്കുമെങ്കിലും അങ്ങനെ വായിക്കാറൊന്നുമില്ലായിരുന്നു. വീഡിയോ എടുക്കുന്നത് പത്രമൊക്കെ വായിച്ചു. പിന്നെ രാവിലത്തെ ഫുഡ് കഴിച്ചു. എന്നിട്ട് നേരെ എൻ്റെ ഫസീനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ കൊച്ചും ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ കൊച്ചും ഞാനും കൂടെ എൻ്റെ ഫസീനെ ഒന്ന് കുളിപ്പിച്ചെടുത്തു. A day in my life. അതൊന്നും വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ ഞാൻ രാവിലെ കാപ്പി കുടിക്കുന്നേക്കാണ്. ശരിക്കും പറഞ്ഞാല് എന്താ വീഡിയോ എടുക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ സാധാരണ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന പോലെ ഞങ്ങളൊന്ന് വീഡിയോ എടുക്കും. ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ യൂട്യൂബിലുള്ള യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോ എന്റെ ചേട്ടന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്റെ ഫോൺ ഒന്ന് കുത്തിയിടണം. ഭയങ്കരമായ ആള്. ഇതല്ല കേട്ടോ, ഇതെന്റെ ചേട്ടന്റെ മോനെ കേട്ടോ, കുത്തം കേട്ടോ. അയ്യോ, ഇപ്പോൾ ഒരു സമയം 11:30 ആയിട്ടുണ്ട്. ഞാൻ ആരോമിൽ കൂടെ പുറത്തേക്ക് പോവാണ്, സിനിമ കാണണം. പിന്നെ ഒരു മാമോദീസ ഉണ്ട്, അവിടെ ഒന്ന് കയറണം. പിന്നെ എന്നാ ഞാൻ ഒരുങ്ങിയിട്ടെങ്ങനുണ്ട്, കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ കൊച്ചിനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കോടിമതയിൽ പോയി. കോടിമത വിൻസർ ക്യാസിലായിരുന്നു പ്രോഗ്രാം. അവിടെ വയലിൻ എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം നമുക്ക് 2 മണിയായപ്പോൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ ആരും വന്നില്ലായിരുന്നു. അവിടെ എന്തോ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ 1:30 വരെയും വെയിറ്റ് ചെയ്യാണ്. പോകാൻ പറ്റുമായിരിക്കും, 1:30 വരുവാണെങ്കിൽ കണ്ടിട്ട് പോകലെന്നൊക്കെ ഓർത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആരും വന്നില്ല. പിന്നെ നമ്മൾ 1:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. എന്നിട്ട് നേരെ വണ്ടി എടുത്ത് തിയേറ്ററിലേക്ക് വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ ഫുഡ് ഇവിടെ തിയേറ്ററിൽ നിന്നുള്ള പോപ്കോൺ ആയിരുന്നു. നമ്മൾ പോപ്കോണും ഒരു പെപ്സിയൊക്കെ മേടിച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു 1:45 ആയപ്പോഴത്തേക്കും നമ്മൾ തിയേറ്ററിലേക്ക് കയറ്റി. എന്നിട്ട് നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പടം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തിന്നാൻ തുടങ്ങി കേട്ടോ. നമുക്ക് അത്രയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് അവസാനം പടം തുടങ്ങി. നമ്മൾ മഞ്ഞുമൽ ബോയ്സിനാണ് പോയത്. ഞാൻ നേരത്തെ ഒരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്. കൊച്ചിന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നുകൂടെ വന്നതാണ്. അങ്ങനെ സിനിമ തീർന്നു. സിനിമ തീർന്നപ്പോഴും ഒരാളാണ് ആ സിനിമയ്ക്കകത്ത് തന്നെ കയറിയിരിക്കുമായിരുന്നു. ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ് എന്നാലും ഞാനത്ര ഹാപ്പിയായി. കൊച്ച് പറഞ്ഞ പോലെ അതിനെ കൊണ്ട് കാണിക്കാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പുള്ളി എന്നിട്ട് അവിടെ നിന്ന് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിശന്നിട്ട് രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ കാലിക്കട്ട് കഫേ വന്നിട്ട് ഫുഡ് കഴിച്ചു. അതവിടെ ടൗണിൽ തന്നെയാണ്.
അവിടെ തന്നെയാണ് കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കൊച്ചു ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ ആണെങ്കിൽ 5 മണിയുടെ സൈറനാകുന്നത്. നല്ല പടമായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കാണണം. എല്ലാവരും കണ്ട് തിയേറ്ററിൽ നിന്ന് പോകാറുമായി എപ്പോഴാണ്. പക്ഷെ ഞങ്ങൾ കാണാത്തവർ അത്രേ ഉള്ളൂ. അതെ, കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരിയാ, നമ്മൾ കണ്ട പടം മഞ്ഞുമൽ ബോയ്സ് ആണ്. പറഞ്ഞിട്ട് പോ. മഞ്ഞുമൽ ബോയ്സ് കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വൈകുന്നേരം ഒരു കഫേ കയറി, കാലിക്കട്ട് അവിടെ കഫേയിൽ അങ്ങനെ കഴിച്ച്. ഞങ്ങൾ കഴിച്ച് കുഴിമന്തിയും പിന്നെ ഇങ്ങോട്ട് നോക്കാം. കുഴിമന്തി പിന്നെ ഷവായും അത്രേ ഉള്ളൂ കഴിച്ചുള്ളൂ. സിനിമയെ കണ്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അച്ഛനെയും കൂട്ടിയിട്ടാണ് പോയത്. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങാൻ പോവാണ്. കുറച്ച് നേരം ഇരുന്നുള്ളൂ. ഇത്തിരി ഇരുട്ടിയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. ചേട്ടാ എന്നിട്ട് പെട്ടെന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ദിവസം പോയത്. ഞായറാഴ്ച ആണെങ്കിലും ഭയങ്കര ബിസി ആയിരുന്നു. വീട്ടിലിരിക്കാൻ സമയമൊന്നും കിട്ടിയില്ല. ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. പിന്നെ ഈ ദിവസം ഇത്ര തിരക്ക് വരാൻ കാരണം ആകെ ഒരു വീക്കെൻഡിൽ ഒരവധി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അവധി മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ പട്ടിക്കുഞ്ഞാണ്. ഇവൻ്റെ പേര് ചാർലി എന്നാണ്. അശ്വനാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കുക. പാവാണ് കേട്ടോ. എന്നിട്ട് വൈകിട്ടത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കാർ ഡ്രൈവ് ചെയ്യാൻ പോയി. ഇന്ന് എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു കൊച്ചു ദിവസം എന്ന് പറയുന്നത്. ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അങ്ങനെ 10:20 ആയപ്പോഴത്തേക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എൻഡ് ചെയ്തു.